നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫെയർ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ പറയുന്നു, അതിൻ്റെ സർവീസിൻ്റെ പ്രശ്നങ്ങൾ, വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, സർവീസിൻ്റെ ഗുണങ്ങൾ, വാഹനത്തിൻ്റെ ഗുണങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫെയർ. നമ്മളെല്ലാവരും വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എങ്ങനെയാണ് വാഹനം വാങ്ങിക്കേണ്ടത്, അതിന് പണം കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ രണ്ടു മൂന്ന് തരത്തിൽ കണ്ടെത്താം. ഒന്ന്, നിങ്ങൾക്ക് വലിയ ലോൺ എടുക്കാം. രണ്ട്, നിങ്ങൾക്ക് ചെറിയ തുകകളൊക്കെ ഇങ്ങനെ സമ്പാദിച്ചു വെച്ച അവസാനം ഒരു വലിയ തുകയാക്കി വാഹനം എടുക്കാം. അങ്ങനെ കൂട്ടിവെച്ച് നിങ്ങൾ വാഹനം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ വില നിങ്ങൾ ആദ്യം കണ്ടതിനേക്കാൾ കൂടുതലൊക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാവും. അതിന് കാരണം നമ്മുടെ നാട്ടിലെ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷനാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെറിയ തുകകൾ നിക്ഷേപിച്ച് വലിയ സമ്പാദ്യത്തിലേക്ക് എത്തണം. അതിനുള്ള വഴിയാണ് HDFC ലൈഫ് ഒരുക്കുന്നത്. അവരുടെ ഏറ്റവും പുതിയ NFO ആയിട്ടുള്ള ഡൈനാമിക് അഡ്വാൻറ്റേജ് ഫണ്ടാണ് ഇതിനൊരു പ്രധാനപ്പെട്ട വഴിയായിട്ട് നമുക്ക് പറയാവുന്നത്. നിങ്ങൾക്ക് പ്രതിമാസം 2000 രൂപ തൊട്ട് എത്ര വേണമെങ്കിലും തുകകൾ നിക്ഷേപിക്കാം. അത് അവസാനം മെച്ചൂർഡ് ആകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ ആ തുകയുടെ ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകമായിട്ട് പറയാവുന്നത്. അപ്പോൾ ഈ നിക്ഷേപ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലോ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇതിൻ്റെ NAV എന്ന് പറയുന്നത് 10 രൂപ മാത്രമാണ്. മാർച്ച് 16 വരെ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മാർച്ച് 16 മുമ്പ് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുകയുള്ളൂ. HDFC ലൈഫിൻ്റെ പ്രീവിയസ് ഫണ്ടായ HDFC ഡിസ്കവറി ഫണ്ട് എന്ന് പറയുന്നത് ഇതുവരെ 23.2% റിട്ടേൺസും കഴിഞ്ഞ 5 വർഷത്തിൽ 27.4% റിട്ടേൺസും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കാതെ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അവസാനം കിട്ടുന്ന മെച്യൂരിറ്റി എമൗണ്ടിന്, അതായത് വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ പോലും തിരിച്ചു കിട്ടുന്ന ലാഭത്തിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണ് ഒരു നിക്ഷേപ പദ്ധതി പ്രവർത്തിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, മാർക്കറ്റ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ HDFC ലൈഫ് നിങ്ങളുടെ പണം മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഓഹരികൾ നിക്ഷേപിക്കും. മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ ലാർജ് ക്യാപ്പ് ഓഹരികളിലേക്കും ഡെപ്റ്റ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ കാക്കുന്നത്. പിന്നെ നിങ്ങളിവിടെ നിക്ഷേപിക്കുന്ന ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടാണ്. അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം സേഫാക്കി വയ്ക്കുന്നു, മറ്റൊരു ഭാഗം മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് തന്നെ അവസാനം 100% സേഫായിട്ടുള്ള സമ്പാദ്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. കൂടാതെ നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം തുകയുടെ 120 മടങ്ങ് ലൈഫ് കവറും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ നോക്കുക, ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മളൊരു ഹോണ്ട എലിവേറ്റ് ഓണറിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓണറല്ല, ഓണേഴ്സ് ഉണ്ട്, 3 പേരുണ്ട്. പറഞ്ഞു വന്നപ്പോൾ നല്ല ഒരു രസികം കുടുംബമാണ്. കാരണം ഇവർ മൊത്തത്തിൽ കലാകാരന്മാരും കലാകാരികളുമാണ്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. പേര് ഹരികൃഷ്ണൻ. എന്ത് കാര്യം? ഞാൻ KSCBയിൽ സീനിയർ സൂപ്രണ്ടാണ്. പിന്നെ എവിടെയാ? ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് മലപ്പുറത്താണ്. മലപ്പുറം അവിടെ വെള്ളുവമ്പറം എന്ന് പറഞ്ഞ സെക്ഷനിലാണ്. ശരി. അപ്പം മൃദംഗിസ്റ്റാണ്. അല്ലേ? വൈഫ് പേര്? ഷാനി. പാട്ടുകാരിയാണ്. സിസ്റ്റർ US ടെക്സസിൽ ഡാൻസുകാരിയുമാണ്. അങ്ങനെ 3 പേരും വിവിധ കലാരംഗങ്ങളിലുള്ളവരാണ്. അപ്പോൾ ഇത് 3 പേരോട് ഒരുമിച്ചൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ ഈ അടുത്ത് സിസ്റ്ററിൻ്റെ അവിടെ ഒരു പ്രോഗ്രാമായിട്ട് പോയിരുന്നു. അപ്പം അങ്ങനെ സിസ്റ്റർ ചെയ്ത് ഞങ്ങളവിടെ ടെക്സസിലെ ഗുരുവായൂർ ടെമ്പിളിൽ ഒരു പ്രോഗ്രാം, അവിടെ സോളോ പെർഫോമൻസ് ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ശരി. ഏതാ? ഭരതനാട്യം എല്ലാം ഉണ്ട്. അത് ശരി. അടിപൊളി. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടിയാണ്. ആണല്ലേ? നല്ല മിക്സ് ആണല്ലോ എല്ലാം കൂടി. എത്ര കാലമായി ഇപ്പം ഇതിലേക്ക് എത്തിയിട്ട്? എടുത്തിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഏകദേശം ആദ്യത്തെ മാസം തന്നെ എടുത്ത വണ്ടി. അതെന്താണ് ഈ മറ്റേ ഹോണ്ടയുടെ ഒരു പുതിയ SUV വരുന്നത് കേട്ടപ്പോഴേ അങ്ങനെ വിശ്വാസത്തോടെ എടുക്കാനുള്ളൊരു കാരണം? ചെറിയൊരു കഥയുണ്ട് അതിൽ. എന്താ വെച്ചാൽ ബൈച്ചേട്ടനൊക്കെ എടുത്ത പോലെ തന്നെ ഞാനും ജിംനി റിലീസ് ചെയ്ത് സെക്കൻഡ് ഡേ തന്നെ ജിംനി ബുക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അത് മോനും കലാകുടുംബത്തിൽ ഒരാളും കൂടിയാണ്. മോനുണ്ട്, മോൻ പിയാനോ ഒക്കെ വായിക്കും. അപ്പോൾ വണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ അവൻ്റെ പിയാനോ ഇരിക്കാനായിട്ട് വലിയ പിയാനോ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ഹോണ്ടയുടെ റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ജിംനി ബുക്ക് ചെയ്ത് ഇതിലേക്ക് എത്തിയ ഒരാളാണ്. ഏത് പേരുണ്ട്? ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് CVT ആണ്. ഈ CVTക്ക് ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ ട്രാൻസ്മിഷൻ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഓടിക്കുമ്പോൾ? ഞങ്ങൾ മാനുവലാണ് ഇത്രയും കാലം ഓടിച്ചത്. അപ്പോൾ ഒരു ഡിസയർ ഡീസലും ഉണ്ട്. അപ്പോൾ മാനുവലാണ്. അപ്പോൾ അതിന്ന് വന്നപ്പോൾ ചെറിയൊരു എഫക്റ്റ് ഉണ്ട്. പക്ഷെ അത് കംഫർട്ടാണ്. കാരണം പ്രത്യേകിച്ചും കൂടുതൽ ഇവിടെ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആണ്. എന്നാലും ഭാര്യയ്ക്ക് കൂടുതൽ ഇഷ്ടം ഓട്ടോമാറ്റിക്. ഓടിക്കുന്നുണ്ടോ വണ്ടി? ഓടിക്കും. ശരി. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് ഇപ്പോൾ ഞാനിപ്പോൾ മിക്കവാറും മലപ്പുറമൊക്കെ പോയി വരുന്നത് ഇതിൽ തന്നെയാണ്. അപ്പോൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ശരിക്കും ഒരു 19.3 20 അടുത്ത് കാണിക്കാറുണ്ട്. പക്ഷെ ഒരു മിക്സഡ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു 14-15 അത് ഗംഭീര മൈലേജ് ആണല്ലോ അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ജിംനി എടുത്തിരുന്നെങ്കിൽ കിട്ടാൻ പോകുന്നത് സിറ്റിയിൽ ഒരു 9 ഞാൻ അല്ലെങ്കിൽ ഒരു 15 വരെ ഹൈവേയിലും അതൊക്കെ ആയിരിക്കും മാക്സിമം കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ആ കാര്യത്തിൽ മുന്നിലാണ്. പിന്നെ ഒരു ചെറിയ വ്യത്യാസം വെച്ചാൽ ജിംനി ആയിട്ട് നമുക്ക് എവിടെ പോണെങ്കിലും പോവാം. ആ ഒരു ഫീല്, അതിനോടൊരു അട്രാക്ഷൻ ഉണ്ട്. ഇപ്പോഴും മനസ്സിലായ ഒരു സ്വപ്നമുണ്ട്.
ഇപ്പോൾ ഇതേ നമ്മളിപ്പോൾ ഈ എലിവേറ്ററിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന കിയയുടെ ഒക്കെ മോഡലുകൾക്ക് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണ് കമ്പയർഡ് ടു ഇത്. അപ്പോൾ അത് എന്നിട്ട് ഇതിലേക്ക് വന്നത് എന്താണ്, അതൊക്കെ നോക്കിയിരുന്നു? ഞാൻ പൊതുവെ ഒരു സമാധാനപ്രിയരാണ്. എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് കുട്ടിയെ പോലെ നോക്കുക, പിന്നെ അധികം അസുഖങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടു നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിലയബിലിറ്റിയെ കുറിച്ച് നല്ലോണം അറിയായിരുന്നു, അപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബ്രാൻഡിനോടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതുവരെയും കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഒരുപാട് ഫീച്ചേഴ്സ് നോക്കിയില്ല, വണ്ടിയുടെ പെർഫോമൻസ് റിലയബിലിറ്റിക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തു. എത്ര രൂപയായി എടുത്തപ്പോൾ ഓൺ ദ റോഡ് കറക്റ്റ് ഓർക്കുന്നില്ല, എന്നാലും കുറച്ച് ആക്സസറീസ് എല്ലാം കൂടി ഒരു 20 above ആയിട്ടുണ്ട്. സർവീസ് ഇപ്പോൾ എത്ര സർവീസ് കഴിഞ്ഞു? സർവീസ് 3rd സർവീസ് കഴിഞ്ഞു. ഒരു 4500 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു എമൗണ്ട് വന്നത്. അല്ലാണ്ട് വേറെ എക്സ്പെൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? ഒന്ന് നേരത്തെ പറഞ്ഞ റിലയബിലിറ്റി ആണ്, പിന്നെ ഒരു കമാൻഡിങ് ഡ്രൈവിംഗ് പൊസിഷൻ, അതൊരു, പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരി. ഇനിയിപ്പം എന്താണ് SUV തന്നെ നിലനിൽക്കാനാണോ മുന്നോട്ട്? SUV ഈ പറഞ്ഞ സെഡാനിൽ നിന്നൊരു മാറ്റം സംഭവിച്ച് SUVയിൽ എത്തിയിരിക്കുകയാണല്ലോ. ആ ഒരു ഫീല് ഏതാണ് കൂടുതൽ കൊള്ളാൻ തോന്നിയത്? ഡിസയർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ, അതിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കമാൻഡിങ് പൊസിഷൻ, പിന്നെ നമുക്ക് എവിടെ നമ്മുടെ റോഡ് കണ്ടീഷൻസ് ഇത്തിരി മോശമാണ്, അപ്പോൾ എവിടെ ഓടിക്കാം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് SUVയിൽ തൽക്കാലം നിൽക്കാൻ തന്നെ. പിന്നെ അടിക്കടി വണ്ടി മാറ്റുന്നൊരു പരിപാടി ഇല്ല, മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. ശരി. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? ഓട്ടോമാറ്റിക് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? പെട്ടെന്ന് ഈ മാനുവലിൽ നിന്നും വന്നിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം മാനുവൽ ഓടിക്കാൻ. ശരി, ആണോ? ഓട്ടോമാറ്റിക് വന്നപ്പോഴേക്കും കുറച്ചും കൂടി ഒരു സുഖം പോലെ തോന്നി. എന്നാലും എന്റെ മനസ്സിൽ മുഴുവൻ എപ്പോഴും മറ്റേ ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനത്തെ ഒരു മൈൻഡാണ്. പക്ഷെ എങ്കിൽ പോലും ഇതിനകത്ത് ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്കൊക്കെ കൂടുതൽ പറ്റുന്നതല്ലേ? അല്ലേ? കംഫർട്ടബിൾ ആണ്. നല്ല വണ്ടി പോകുന്നതേ അറിയുന്നില്ല, അങ്ങനത്തെ ഒരു ഇത്. US-ൽ ഏതുകൊണ്ട് ഓടിക്കുന്നത്? ഇലക്ട്രിക്. അതാണ് കേട്ടൊന്നും മനസ്സിലായില്ല. ശരി. മറ്റേ ഒരു SUV അല്ലേ? മനസ്സിലായി. ഞാനത് ഈ കഴിഞ്ഞ തവണ US വന്നപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ഞാൻ അതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ പോലെ ചെയ്തായിരുന്നു, സിലിക്കൺ വാലി വെച്ചിട്ട്. എങ്ങനെയുണ്ട്? എന്ത് മൈലേജ് കിട്ടുന്നുണ്ട്? റേഞ്ച് ആണല്ലേ? അതിന് ടെസ്ലയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് മൈൽസ് 500. അപ്പോൾ എന്താ ടെസ്ല വേണ്ടെന്ന് വെച്ചിട്ട് ഇതിലേക്ക് പോയത്? എന്റെ ഭർത്താവ് ഒരു കാർ ഫാനാണ്. ഫുൾ റിസർച്ച് ഒക്കെ ചെയ്ത് അത് 2 വർഷം ഇറങ്ങുന്നതിന് 2 വർഷം മുമ്പേ ബുക്കൊക്കെ ചെയ്ത് ഇങ്ങനെ കാത്തിരുന്ന ആളാണ്. എന്റെ റിസർച്ച് ഒക്കെ ചെയ്യുന്നതാണ്. അത് കാണാൻ നല്ല രസമുണ്ട്, ഒരു വെറൈറ്റീസ് ആണ്. ആള് പറയുന്ന വെച്ചിട്ട് അവിടെ ഓടിക്കുന്നുണ്ടോ വണ്ടി? ഇവിടെ വന്നിട്ട് ഓടിക്കുന്ന വണ്ടി റിവിയറാണ്. ഒരു LX 570 ടണ്ടറ ഉണ്ട് ടൊയോട്ടയുടെ. ശരി. അപ്പോൾ സിസ്റ്റർ കൂടുതൽ റിവ്യൂനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഓടിക്കാറുണ്ടോ? ഓടിക്കാനുള്ള ധൈര്യം ഉണ്ടെന്ന് ചോദിക്കുന്നത്? ഞാൻ പറയും, ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞു ഇത്രയും ഓടിക്കുന്ന ഇല്ല. അതെ, ഇവിടെ ഓടിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ കൺഫ്യൂഷൻ ആവും അല്ലേ? സൈഡും ഒക്കെ പ്രശ്നങ്ങളാണ്. അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിസ്റ്റർ ഇലക്ട്രിക്കിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ചിന്തിക്കാറുള്ളത്? ഞാൻ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഇനിയിപ്പോൾ ഡിസയർ ഇപ്പോൾ ഏകദേശം ഡീസൽ 12 വർഷം കഴിഞ്ഞു വണ്ടി എടുത്തിട്ട്. ഇപ്പോഴും അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഡിസയർ ഇനിയും ഒരു 1-2 വർഷം എങ്ങനെ ഉപയോഗിക്കണം തന്നെയാണ്. നല്ല മൈലേജ് കാണുമല്ലോ അതിന്റെ ഡീസൽ, 20 above മൈലേജും ഉണ്ട്. പിന്നെ ആ ഒരു എഞ്ചിൻ ഇനി മേടിക്കാൻ കിട്ടില്ലല്ലോ, അതിന് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. അപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റം വരുമ്പോൾ ഒരു ഇലക്ട്രിക് പറ്റിയല്ല. അപ്പോഴത്തേക്ക് ഒരു മിഡ് റേഞ്ചിൽ ഒരു 4x4 ഇലക്ട്രിക് ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ അല്ല അതൊക്കെ വരും. എല്ലാം ആഗ്രഹമുണ്ട്. തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രിക് കാറാണ് വാങ്ങിക്കേണ്ടത്. അതെ, സോളാർ സഹായിക്കാനും. ബൈജറിനൊക്കെ സോളാറൊക്കെ വെച്ചു. അത് ഈ പറഞ്ഞ പോലെയാണ്, ഒരു പൈസ പോലും ചെലവില്ല. അതെ. നിങ്ങൾക്ക് KSEBയെ സംബന്ധിച്ച് നഷ്ടം വരുമെങ്കിൽ പോലും നമ്മൾ പ്രൊമോട്ട് ചെയ്യണല്ലോ, സോളാർ വെക്കണം എന്നാണ് പറയുന്നത്. ശരിയാണ്. എലിവേറ്ററിനെ സംബന്ധിച്ച് എല്ലാവരും എപ്പോഴും നമ്മളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് എലിവേറ്റർ എടുക്കുന്നതിനെ പറ്റി. ഞാൻ എല്ലാവരോടും പറയുന്നത് ഇത് തന്നെയാണ്, വളരെ റിലയബിൾ ആയിട്ടുള്ള വാഹനമായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഫീച്ചേഴ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കിയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഫീച്ചേഴ്സ് കുറവാന്ന് തോന്നും. പക്ഷേ അത് ഹോണ്ടയുടെ ഒരു രീതിയാണ്. ഹോണ്ടയ്ക്ക് അങ്ങനെ വലിയ എന്താ പറയുക ഗ്ലാമറൊന്നും അല്ല അവർ എപ്പോഴും നോക്കുന്നത്, വളരെ ഗംഭീരമായ വാഹനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്തായാലും ആ കാര്യത്തിൽ എലിവേറ്റർ ഒട്ടും മോശമല്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടി മൃദംഗമൊക്കെ വായിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ശരി.
നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഹോണ്ട എലിവേറ്റ് ആണെങ്കിൽ അതേ സെഗ്മെൻറ്റിൽ തന്നെയുള്ള മറ്റൊരു വാഹനം, അതാണ് ഫോക്സ് വാഗൺ ടൈഗൂൺ. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ നമ്മുടെ അടുത്ത് ഈ വാഹനങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുന്ന 2-3 മോഡലുകളിലൊന്ന് ഇതാണ്. ഹോണ്ട എലിവേറ്റ് എങ്ങനെയുണ്ട്, അതുപോലെ കിയ സെൽറ്റോസ് എങ്ങനെയുണ്ട്, ടൈഗൂൺ എങ്ങനെയുണ്ട്, എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ടൈഗൂണിൻ്റെ ഓണറിനോട് സംസാരിക്കാം. നമസ്കാരം. പേര്? കോശി. എന്ത് ചെയ്യുന്നു? ഞാൻ എക്സ്നേവിയ. എക്സ്നേവിയ. കൊച്ചിക്കാരൻ തന്നെയാണോ? അല്ല, ഞങ്ങൾ സ്വന്തം കൊല്ലം. ശരി. ഇവിടെ ബോൺ ബോട്ട കൊച്ചി തന്നെ. ശരി. ഓക്കെ. അപ്പം ഇപ്പോൾ റിട്ടയർ ചെയ്യേണ്ടി വാങ്ങിച്ചാണോ ഇത്? അല്ല, ഇതിനു മുമ്പ് പോളോ ഉണ്ടായിരുന്നു. പോളോ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതറിഞ്ഞപ്പോൾ മൂന്നാമത്തെ കൊല്ലാവറായി. തേർഡ് ഇയർ ആണല്ലേ. അപ്പം 22-ൽ ഇറങ്ങിയ ടൈഗൂൺ ഇറങ്ങിയത്. ഫോക്സ് വാഗണിൽ തന്നെ നിലനിൽക്കാൻ തീരുമാനിച്ചോ? അതെ, പോളോ കഴിഞ്ഞപ്പോൾ. എന്താണ് അത്ര അധികം ഒരു ട്രസ്റ്റ് ഫോക്സ് വാഗണിനോടുണ്ടോ? ഫോക്സ് വാഗനോട് പോളോയ്ക്ക് ഉണ്ടായിരുന്നു. പോളോയുടെ ബിൽഡ് ക്വാളിറ്റിയും മൈലേജും അത്യാവശ്യം. എനിക്ക് കൂടുതൽ ഡ്രൈവിംഗ് ഇല്ല, കൂടുതൽ പോയ സിറ്റി ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് സൺഡേയിൽ പള്ളിയിൽ പോകുന്ന അത്രയും ലോങ് ഡ്രൈവ് ഒന്നും ഇല്ല. അപ്പൊ ആ ഒരു സെഗ്മെന്റ് നോക്കിയപ്പോൾ അടുത്തത് ഇതിനകത്ത് തന്നോട്ട് മാറിയത്. എന്നിട്ട് അങ്ങനെയുണ്ട് ഇത് എടുത്തിട്ട്? പറയുകയാണെങ്കിൽ പോളോയുടെ അത്രയും ഇല്ല. എൻജിൻ വൈസ് കുഴപ്പമില്ല, പക്ഷെ അവരുടെ ഇന്റീരിയർ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി പോളോയുടെ കുറച്ച് താത്തിട്ടുണ്ട്. ശരി. അതെനിക്ക് തോന്നുന്നു ഈ ഒരു വിലയൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയായിരിക്കും തോന്നുന്നു. ഇതിപ്പോ ഏതാ? TSI ഓട്ടോമാറ്റിക് ആണോ? TSI ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് മോഡൽ അതിന്റെ താഴത്തുള്ള സൺറൂഫ് ഇല്ലാത്ത. പോളോയും ഓട്ടോമാറ്റിക് ആയിരുന്നോ? അല്ലല്ല, മാനുവൽ. അപ്പൊ മാനുവലിൽ നിന്ന് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നപ്പോൾ വ്യത്യാസം എന്താ? പ്രത്യേകിച്ച് എപ്പോഴും ടൗണിൽ ഓടിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാ ഫീൽ ചെയ്തത്? അത് ഈ നമ്മുടെ സിറ്റി ട്രാഫിക്കിലുള്ള ക്ലച്ച് പിടിച്ച് ആ ഒരു ഡിഫറൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ നല്ല സുഖമുണ്ട്. പ്ലസ് മൈലേജിലും നോക്കിയപ്പോൾ ഞാൻ കോയമ്പത്തൂർ, ഊട്ടിയെല്ലാം പോയിട്ടുണ്ട്. എനിക്ക് ഹൈവേയിലൊക്കെ 19-21 ആ റേഞ്ച് കിട്ടുന്നുണ്ട്, നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ശരി. സിറ്റിയിൽ 12+, ചിലപ്പോൾ 14 വരെ കിട്ടാറുണ്ട്. നല്ല ഇങ്ങനത്തെ റോഡിലൊക്കെ നമ്മൾ വൈറ്റ് ലൈൻ മരടിന്ന് ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ 12-14 നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. 20 ഹൈവേ കിട്ടുന്നുണ്ടെങ്കിൽ ഉഗ്രൻ ട്രാൻസ്മിഷൻ അല്ല, 7 സ്പീഡ് നല്ല ട്രാൻസ്മിഷൻ ആണല്ലോ. പിന്നെ പൊതുവെ നമുക്ക് ഫോക്സ് വാഗണിനെ പറ്റിയുള്ള പേടി എന്ന് പറയുന്നതും മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ ആണല്ലോ. എങ്ങനെയുണ്ട് 3 വർഷം ഉപയോഗിച്ചിട്ട്? എന്താണ് ഇപ്പോൾ അവരുടെ പോളോ UAP എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, പക്ഷെ പോളോ അവർക്കെല്ലാം ഈ 1 ഇയർ സർവീസും ആ 1 ഇയർ ഒരു 9,000 10,000 അങ്ങനെയൊക്കെ വരുള്ളൂ. നമ്മൾ മറ്റേത് 3 ദിവസം കൂടുതൽ ചെയ്ത് ഓൾമോസ്റ്റ് സെയിം റേഞ്ച്. ഇത് തന്നെ ഇയർലി സർവീസേ ഉള്ളൂ. ഇത് വണ്ടി എടുത്തപ്പോൾ സർവീസ് പാക്ക് ഉണ്ട്, 4 ഇയേഴ്സിന്റെ സർവീസ് പാക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കവേർഡ് ആയതുകൊണ്ട് 4 കൊല്ലം ഒന്നും അറിയണ്ട. ശരി. പോളോ എത്ര വർഷം ഉപയോഗിച്ചു? പോളോ ഞാൻ 13 ഇയേഴ്സ്. പോളോ ഇറങ്ങിയ സമയത്ത് എടുത്ത തോള്. പിന്നെ അത് ഫിറ്റ്നസ് എന്താ 15 ആകുമ്പോൾ തീരുന്ന ഓർത്ത് കൊടുത്തത്. അപ്പൊ ആ 13 ഇയേഴ്സിൽ എന്തായാലും മറ്റേ സർവീസ് പാക്കേജ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സർവീസ് ചെയ്തായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് കോസ്റ്റ്? എന്നാലും ഈ ഞാൻ പറഞ്ഞ ആ റേഞ്ച് നിൽക്കുന്നുള്ള ഞാൻ പറഞ്ഞ പ്ലസ് വണ്ടി അത്രയും ഓടാത്തോണ്ട് പറയാ 13 ഇയേഴ്സിൽ ആ വണ്ടി വന്നത് 26,000. ഇതിപ്പോ 3 വർഷം കൊണ്ട് എത്ര ഓടി കാണും? 9,000. അതാ എന്റെ ആവറേജ്. ഒരു വർഷം ഒരു അത്ര ഓടുന്നുള്ളൂ, 3,000 4,000. അറിയാലോ, നമുക്ക് എന്റെ വീട് എവിടെ, ഓഫീസ് വെന്റ് കളക്ഷൻ അവിടെ, ഹാർഡ്ലി ഇപ്പോൾ 4 കിലോമീറ്റർ വരെ ഇല്ല. അപ്പൊ അത്ര ഓടുന്നുള്ളൂ. പിന്നെ എളുപ്പം എടുക്കാറില്ല. ഈ സൗത്ത് പാലം ഇത് വെച്ച് കയറി പോകുന്നേക്കാളും 2 വീലറിൽ പോകുമ്പോ പെട്ടെന്ന് എത്താം. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? എന്താ? ഒന്ന് എഞ്ചിനും, അതാ മെയിൻ എഞ്ചിനാ മെയിൻ തിങ്. അത്ര സ്മൂത്ത് ആണ്. സ്മൂത്താ, അറിയുന്നേ ഇല്ല. പ്ലസ് ഓവർടേക്ക് ആണെങ്കിൽ ഹൈവേയിലൊന്നും മറ്റേ മാനുവലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല, ഓട്ടോ തന്നെ കയറി പോകുന്നു. എന്തെങ്കിലും കൂടി വേണ്ടിയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്നുള്ളത് അവരുടെ കുറച്ച് റാറ്റ്ലിംഗ് ഉണ്ട്. അത് കുറച്ച് ആദ്യം ഇനിഷ്യൽ എല്ലാ ബാച്ചിനും ഉണ്ടായിരുന്നു. പിന്നെ അവര് ബീഡിങ് കുറച്ച് ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അത് ചെയ്ത് തന്നായിരുന്നു. ഇപ്പം അത്ര ഇല്ല, എന്നാലും ചെറിയൊരു അവർ പറഞ്ഞ് അങ്ങനെ ഉള്ളതാണെന്ന് പറഞ്ഞ് ആ ഗ്ലാസ് ഗ്ലാസ് പൂട്ടിയിട്ട പ്രശ്നമില്ല. താത്തിട്ട് ഓടിക്കുമ്പോൾ ആ ഗ്ലാസ് ആ ചേമ്പറിനകത്തിന് ആണോ? ശരി. സാധാരണ ഇത് ടാറ്റയെ പറ്റിയൊക്കെ പണ്ട് കേട്ടോണ്ടിരുന്ന ചെറിയൊരു റാറ്റ്ലിംഗ് ഉണ്ട്. പക്ഷെ ഇപ്പൊ അത്രയും ഇല്ല. നമ്മള് പ്ലെയിൻ റോഡ് ഓടുമ്പോ അത്രയും പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത്രയും വളരെ കുറച്ച് ഓടുന്ന ഒരാളാണ്, അധികം സിറ്റിയിൽ ഓടുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി നോക്കാതിരുന്നത്? ഇലക്ട്രിക് എനിക്കും ഇതുവരെ ഒരു വിശ്വാസമായിട്ടില്ല. പറഞ്ഞ നെക്സോൺ ഇറങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ട്രിക് വണ്ടിയുടെ അറ്റ്ലീസ്റ്റ് ഒരു 5 to 7 ഇയേഴ്സ് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇത് അറിയത്തില്ല. എനിക്കത് നെക്സോൺ ഇറങ്ങിയിട്ട് 5 ഇയേഴ്സ് ആവുന്നേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പൊ നെക്സ്റ്റ് ഈ ഒരു 26 ആകുമ്പോഴത്തേക്ക് നെക്സോണിന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കിന്റെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാറ്ററിയുടെയും പ്ലസ് റീസെയിൽ എന്നിട്ട് വഴി കടന്നാലുള്ള
നെക്സോണിന്റെ കുറെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്. വൈകി കടന്നു പോയെന്ന് പറഞ്ഞ് കുറെ ടാറ്റയെ പറ്റി മോശമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി ഞാൻ ഇലക്ട്രിക് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഫീഡ്ബാക്ക് പ്ലസ് റിവ്യൂസും ന്യൂസും ഒക്കെ കേൾക്കുന്നുണ്ട്. എവരി വൺ ഈസ് കമ്മിങ് ബാക്ക് ടു IC എൻജിൻസ്. ഈ ജർമ്മൻസ് ആയാലും എല്ലാവരും മച്ച് പ്രിഫറിങ് ടു ഗോ ടു. പക്ഷേ ഇവരുടെ ഇനി അടുത്ത് വരുന്ന ID4 അവര് പറഞ്ഞൊരു നല്ലൊരു പോയിന്റ് ആണോ. നെക്സോൺ ഇറങ്ങിയിട്ട് ഇത്രയും അവര് നോക്കണം നമ്മള്. അത് കൊള്ളാം, നല്ലൊരു പോയിന്റ് ആണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ആള് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ കൃത്യമായ ഫീഡ്ബാക്ക് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അല്ലേ. പക്ഷേ വേറൊരു കാര്യമാണ്, ഇതൊരു ഇവോൾവിംഗ് ടെക്നോളജി ആയതുകൊണ്ട് ആദ്യകാലത്തിനേക്കാളൊക്കെ ഒത്തിരി മെച്ചപ്പെട്ടു പുതിയ ഇലക്ട്രിക്. അതെ. ഇപ്പോഴത്തെ പുതിയ ക്രെറ്റയുടെ എന്താ ബാറ്ററി വേറെ ബാറ്ററി പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമുക്ക് അതിന്റെ ഒരു ഫീഡ്ബാക്ക് മാത്രം എടുത്താൽ മതി. ശരിയായില്ല എങ്കിൽ പോലും പറഞ്ഞ പോലെ ഒരു റീസെയിൽ വാല്യൂ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട്. അതോ ഒരു നോക്കുന്നത്. അപ്പോൾ ഇതിന് കുറെ കാലം ഓടിക്കാൻ തന്നെയാണ് പരിപാടി. അതെ. നമ്മൾ 10 വർഷം കഴിഞ്ഞ് കണ്ടാലും 30,000 ആയിരിക്കും ഇത് ഓടുന്നല്ലേ. അങ്ങനെ കാര്യമാണ് ഇത്. എന്നാലും താങ്ക് യു സോ മച്ച്. അപ്പം നല്ല വണ്ടി തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഒരിക്കൽ ജർമ്മൻ വണ്ടി അല്ലെങ്കിൽ യൂറോപ്യൻ വണ്ടികൾ ഉപയോഗിച്ച ആൾ പിന്നെ അതിൽ തന്നെ നിൽക്കുള്ളൂ. അതാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇപ്പോൾ കൃത്യമായി അതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ടൊയോട്ടയുടെ ഇന്ത്യയിലെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയ ഒരു വാഹനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ടൊയോട്ട ഹൈക്രോസ് ആണ്. ഹൈക്രോസിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് അല്ലേ? അതെ, സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമാണിത്. അതിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേര്? മുബാറക് സലാം. എന്ത് ചെയ്യുന്നു പേര്? ഞാൻ ഔട്ട്ഡോർ അഡ്വർടൈസിംഗ് കമ്പനിയാണ്. പേരെന്താണ്? എന്നാണ് കമ്പനിയുടെ പേര്. ചാംസ് ബ്രാൻഡിംഗ് സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം വെളിയിൽ ഹോർഡിങ്സും അതൊക്കെയാണോ? ഹോർഡിങ്സ് അക്രോസ് കേരള ഉണ്ട്. കൂടാണ്ട് KSRTC ബസ്സിന്റെ സോൾ ലൈസൻസിയാണ്. വോൾവോ ബസ്സുകളിലൊക്കെ ഫുൾ റാപ്പ് ചെയ്തിട്ടുള്ള പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ, അതാണ് എന്റെ ബിസിനസ്. ഓ അത് ശരി. അതെ, അത് ഓൾ കേരള അത് ഓൾ കേരള ബേസിൽ സോൾ ലൈസൻസിയാണ്. അത് ശരി. നമ്മുടെ ക്ലയൻസ് വരുന്നത് ഇപ്പം ജോസ്കോ, ഭീമ അങ്ങനെയുള്ള ലോക്കൽ ക്ലയൻസും ഉണ്ട്, നാഷണൽ ക്ലയൻസും ഒക്കെയാണ് നമ്മുടെ ക്ലയന്റ് ബേസ്. അപ്പൊ നമ്മൾ ഈ ഗ്ലാസ്സിൽ ഒട്ടിക്കുമെങ്കിലും അകത്തുനിന്ന് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണുന്ന തരത്തിലുള്ള ഞങ്ങളൊരു 2016 നമുക്കിത് ടെൻഡർ കിട്ടിയത്. ആ ടൈമിൽ ഞങ്ങൾ കംപ്ലീറ്റ് വൺ വേ വിഷൻ ആയിട്ട് റാപ്പ് ചെയ്യുമായിരുന്നു. ദെൻ അതിനുശേഷം കോട്ടിന്റെ ഒരു ഓർഡർ വന്നതിന് ശേഷം അത് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വന്നു. ബോഡി കംപ്ലീറ്റ് നമ്മൾ റാപ്പ് ചെയ്യും. എൻ്റെ ബസ് റാപ്പ് ചെയ്യും. ഓറഞ്ച് കളർ ബസ് നമ്മുടെ ഒരു കമ്പനി വെഹിക്കിൾ എന്നുള്ള മോഡലിലേക്ക് നമ്മൾ മാറ്റും. അതിപ്പം എത്ര കാലത്തേക്ക് ഒരു കമ്പനി അതിന്റെ ഒരു ഇതെടുക്കുന്നത്? ഒരു മാസത്തേക്ക് എടുക്കാറുണ്ട്, 3 മാസത്തേക്ക് എടുക്കാറുണ്ട്. ഒരു മാസത്തേക്കൊക്കെ എടുക്കാൻ പറ്റുമോ? ഒരു മാസത്തേക്ക് എടുക്കാം. റാപ്പിംഗ് കോസ്റ്റ് കൂടുതലാവും. കസ്റ്റമർക്ക് 3 മാസം എടുത്തു കഴിഞ്ഞാൽ റാപ്പിംഗ് കോസ്റ്റും കൂടി അവർക്ക് കിട്ടും. ഏകദേശം അതിന്റെ കോസ്റ്റ് ഒക്കെ പറയാൻ പറ്റുമോ? ഒരു 1 lakh rupees ആണ് ഒരു പെർ മന്ത് നമുക്ക് വരുന്നത്. 3 മാസത്തേക്കാണ് 2.25 lakhs എന്നുള്ള രീതിയിലേക്ക് കോസ്റ്റ് ഒരു വണ്ടിക്ക്. ഒരു വണ്ടി. അപ്പൊ നമ്മളിപ്പോ എത്ര വണ്ടികൾ നമ്മുടെ ഓടുന്നുണ്ട്? ഇപ്പൊ ഇത് നമുക്ക് 100 ബസ്സുകളാണ് ടോട്ടൽ ഉള്ളത്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 100 ബസ്സുകൾ കേരളത്തിൽ ഓടുന്നുണ്ട്. അത് ട്രിവാൻഡ്രം, കാലിക്കറ്റ് ആൻഡ് എറണാകുളം. അപ്പോൾ എവിടെയാണോ നമുക്ക് വേണ്ടത് ആ റൂട്ട് തിരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വേറൊരു ഗുണം വെച്ചാൽ ഇതിങ്ങനെ എന്താ പറയുക, ഒരു റണ്ണിങ് അഡ്വർടൈസ്മെന്റ് ആണല്ലോ. എവിടെ ചെന്നാലും ഇപ്പൊ കാസർഗോഡ് നമ്മൾ പ്രത്യേകിച്ച് ഹോർഡിംഗ് ഒന്നും വെക്കണ്ട. വണ്ടി ഓടി അവിടെ എത്തുമ്പോൾ അവിടുത്തെ ബ്രാൻഡിങ് ആയി. അല്ലേ? അത് ശരി. അതുപോലെ പിന്നെ മറ്റ് ബ്രാൻഡിങ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വണ്ടിയുടെ ബാക്കിലൊക്കെ മാത്രമുള്ള ബ്രാൻഡിങ്. നോർമൽ KSRTC ആണെങ്കിൽ ബസ്സിന്റെ 2 സൈഡിലും ബാക്കിലും മാത്രമായിട്ടാക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 16 മുതൽ വോൾവോയുടെ ലൈസൻസി ആയിരുന്നു. ലാസ്റ്റ് ഈ കഴിഞ്ഞ മാസം പുതിയ എൻ്റെ KSRTC ബസ്സിന്റെ ഒരു ടെൻഡർ നടന്നിരുന്നു. അതിൽ H1 ബിഡർ നമ്മളാണ്. അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാകുമ്പോൾ ഇത്രയും കോസ്റ്റ് ഉണ്ടാവില്ല. അതിന് ചെറിയ കോസ്റ്റ് വരും, വളരെ ചെറിയ കോസ്റ്റ് വരണം. തീർച്ചയായിട്ടും ഗംഭീര ബ്രാൻഡിങ് ആണ് അത്. ഈ വണ്ടി നമ്മൾ ബാക്കിലൊക്കെ KSRTCന്റെ ബാക്കിൽ പോകുമ്പോൾ കണ്ടേ പറ്റൂ. അല്ലെ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടേ പറ്റും. എന്തായാലും കൊള്ളാം. അതുപോലെ ഹോർഡിങ്സും ഉണ്ട്. ഹോർഡിങ്സ് ഉണ്ട്. അക്രോസ് കേരള ഹോർഡിങ്സ് നമുക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വോൾവോയിലൊക്കെ ബ്രാൻഡ് ആണെങ്കിൽ ഷാംസ് എന്ന് പറയുന്ന കമ്പനിയാണ്. വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്, നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളാകുമ്പോഴത്തേക്കും ധാരാളം ഓട്ടോ ഉള്ള ആളായിരിക്കും. അല്ലേ? അതാണോ ഇതിലേക്ക് എത്തിയത്? അതുകൊണ്ടാണ് ഓട്ടോ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. ഇതിന് മുമ്പ് ഏതാ വണ്ടി ഉപയോഗിച്ചത്? ഇതിന് മുമ്പ് ഇന്നോവയാണ് ഉപയോഗിച്ചത്. ഇന്നോവ തന്നെയാണ്. ടൊയോട്ട ലോയൽ കസ്റ്റമർ ആണ് അല്ലേ? എങ്ങനെയുണ്ട് ടൊയോട്ടയിൽ ഇന്നോവയിൽ നിന്ന് ഇതിലേക്ക് മാറിയപ്പോഴുള്ള ഒരു വലിയൊരു ട്രാൻസിഷൻ ആയിട്ട് തോന്നിയില്ലേ? ഭയങ്കരമായിട്ട്. എന്താണ് ആ മാറ്റം? അതായത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് കംഫർട്ട് ആണെന്നുണ്ടെങ്കിലും ഡ്രൈവിംഗ് കംഫർട്ട് ആണെങ്കിലും എല്ലാം കൊണ്ട് ടോട്ടലി നമുക്കൊരു കമ്പാരിസൺ ഇല്ല. ഇന്ത്യയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ശരിയാണ്. മൈലേജോ? മൈലേജ് നോർമൽ ഇന്നോവയ്ക്ക് ഒരു 10-11 കിലോമീറ്റർ കിട്ടുമെങ്കിൽ ഇത് എനിക്ക് സിറ്റി ഡ്രൈവിൽ ഒരു 17-18 കിലോമീറ്റർ കിട്ടും. ലോങ് ഡ്രൈവിൽ ആവറേജ് ഒരു 20 കൺഫേംഡ് ആണ്. പിന്നെ ഏറ്റവും പ്ലസ് എന്ന് പറയുന്നത് ഒരു EV മോഡിൽ ഒരു 60 to 70 ഇട്ടിട്ട് നമ്മൾ ഹൈവേയിൽ ഓടിച്ചാൽ 26.7 വരെ കിട്ടിയിട്ടുണ്ട്. ഞാനും നമ്മൾ ശ്യാമും കൂടെ നമ്മൾ ഹൈ റൈഡറിൽ സ്ട്രോങ് ഹൈബ്രിഡിൽ നമ്മൾ കന്യാകുമാരി ഓടി 27 കിട്ടി. അതാണ് എൻ്റെ ഒരു പ്ലസ്. അത് ഇത്ര കുറെ ആളുകളെ കയറ്റിക്കൊണ്ട് പോയി നോക്കിയിട്ടുണ്ട്. അന്നേരം ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് 7 സീറ്റർ ആണ്. 7 സീറ്റർ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ലോങ് പോയിട്ട് ഈ പറയുന്ന 26 നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു 70 പോകണം. നോർമലി 20-22 നമുക്ക് ലോങ് ഡ്രൈവിന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വണ്ടിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാനുള്ളത്.
ഈ പക്ഷേ എപ്പോഴും കേൾക്കുന്നൊരു കാര്യം എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, ഇനിഷ്യൽ പിക്കപ്പ് ഒരു ഇത്തിരി കുറവായിട്ട് തോന്നിയോ മറ്റേ ഇന്നോവയായിട്ട് നോക്കുമ്പോൾ? വലിയ വ്യത്യാസങ്ങളൊന്നും അങ്ങനെ ഇല്ല. വലിയ ഫസ്റ്റിലെ ഇതിലേക്ക് വരുന്ന ആളുകൾക്ക് അത് ചിലപ്പോൾ തോന്നുമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനത് 10 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 2010 മോഡൽ വണ്ടി, ഈ 15 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഇതൊന്ന് പക്ഷെ കയ്യിലേക്ക് ഇണങ്ങണം. മറ്റേതോട് സൈസ് വ്യത്യാസമുണ്ട്, പിക്കപ്പിൽ വ്യത്യാസമുണ്ട്. സൈസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഇത് ഇതിലുമൊക്കെ കുടുംബമൊക്കെ കയറിയിട്ടുണ്ടോ? അവരെന്താണ് പറയുന്നത്? ബാക്ക് സീറ്റ് കംഫർട്ട് ഏതിനാ കൊള്ളാമെന്ന് പറയുന്നത്? അത് ഈ വണ്ടിക്കാണ്. അത് തന്നെ. അതെ അതെ. ശരി, ഞാൻ വിചാരിച്ചു ബാക്ക് സീറ്റ് കംഫർട്ട് കൂടുതൽ അതിനായിരിക്കും. അല്ല, കംഫർട്ട് അതാണ്, പക്ഷേ ഇതിന് ലെഗ് സ്പേസ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് സെൻട്രൽ സീറ്റ് ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാവിഷായിട്ട്, പിന്നെ ലെഗ് റെസ്റ്റ് ഉണ്ട്. ഇത് ഫുൾ ഓപ്ഷനാണ്. ലെഗ് റെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കിടന്നിക്കുന്ന ഫീൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. എത്ര രൂപ ചെയ്തെടുത്ത് പോകേണ്ടോട്? 39.5. 39.5 വർത്താണ് ഇത്? സേഫ്റ്റി വൈസ് വർത്താണ്. കാരണം എനിക്കിതൊരു ആക്സിഡന്റ് വന്നായിരുന്നു. ഒരു 2 months കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ആക്സിഡന്റ് വന്നായിരുന്നു. പക്ഷെ അത് ഒന്നും ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചില്ല. വണ്ടിക്ക് ഏതാണ്ട് ഒരു 7.275 lakhs വർക്ക് ഉണ്ടായിരുന്നു. ഒന്നും പറ്റിയില്ല. കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഏതാണ്ട് 8-9 എയർ ബാഗ് വെളിയിൽ വന്നു. പിന്നെ ഇതിൻ്റെ ടയോട്ടയുടെ അസിസ്റ്റ് എനിക്ക് തോന്നുന്നത് വണ്ടി തട്ടി നമ്മൾ വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കോൾ വന്നു. അവരറിഞ്ഞു. ഒരു 1 hourനുള്ളിൽ നിപ്പോൺ ടയോട്ടയിൽ നിന്ന് വണ്ടി വന്നു. റിക്കവറിക്കുള്ള പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. എവിടെ? ഫ്രണ്ടൽ ഇടിയായിരുന്നോ? സൈഡിൽ നിന്ന് പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു വണ്ടി കയറി ഇടിക്കുകയായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 40 lakhs എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റിയാണ്. ഇതേ സമയം ഇത് നമ്മുടെ പഴയ ഇന്നോവയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ലോസ് ആവും. ശരി, ജഗതി ചേട്ടനൊക്കെ വീട്ടിൽ അല്ലേ? ശരിയാണ്. ഇന്നോവ പഴയതിൻ്റെ ഒരു വലിയ പ്രശ്നം അത് തന്നെയായിരുന്നു. സേഫ്റ്റി ഫീച്ചേഴ്സ് വളരെ കുറവായിരുന്നു. പിന്നെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറവായിരുന്നു. ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയുണ്ട്? എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഓട്ടോ ആയിട്ടുള്ള ഓട്ടോ ഡ്രൈവ് ഉൾപ്പെടെ നമ്മുടെ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ഉപയോഗിക്കാം. അത്യാവശ്യം എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. കംഫർട്ടബിൾ ആണ്. മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെയാണ് അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഇതിപ്പോൾ ഒരു 3ാമത്തെ സർവീസ് കഴിഞ്ഞു. 30,000 സർവീസ് കഴിഞ്ഞപ്പോൾ 6,800 രൂപ. അതിന്റെ കോസ്റ്റ് അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. അതൊക്കെയാണ് ഭയങ്കര സംഭവമല്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ 40 ലക്ഷം രൂപ മുടക്കിയാലും പിന്നീട് അങ്ങോട്ട് ഒരു കോസ്റ്റ്. ഇതിന് ശേഷം ഇത് വിറ്റാലും കിട്ടാൻ പോകുന്ന എങ്ങനെയായാലും നല്ല ഉറപ്പായിട്ടും. അത് വിറ്റോ? അതുണ്ടാ വണ്ടി ഉണ്ട്. ഇപ്പോഴുണ്ട്. അത് വിൽക്കുന്നില്ല? ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ഓടുന്ന ഒരാൾ എന്തുകൊണ്ട് ഇലക്ട്രിക്കിലേക്ക് ചിന്തിക്കായിരുന്നു? കാരണം നല്ല റേഞ്ചുള്ള ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉണ്ടല്ലോ. എന്താ അതിലേക്ക് മനസ്സ് പോകാം? ഇതൊന്ന് ഹൈബ്രിഡ് ആണ്. ഇലക്ട്രിക്കിൽ വരുമ്പോൾ നമുക്ക് ലോങ് ഡ്രൈവുകൾ കൂടുതലുണ്ട്. അപ്പം ഒരു 500 കിലോമീറ്ററൊക്കെ ചിലപ്പം നമ്മൾ ട്രിവാൻഡ്രം പോയാൽ 450 കിലോമീറ്റർ വരും. അപ്പോൾ ഈ ചാർജിങ്ങിൻ്റെ ഒരു കുറച്ചും കൂടെ ആവട്ടെ എന്നുള്ള രീതിയിലേക്ക് പ്ലാൻ ചെയ്തെന്നുള്ളൂ. അതേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും കൂടി ആകാമായിരുന്നു തോന്നി എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ? അല്ല, ഞാനൊരു ഇന്നോവ യൂസ് ചെയ്ത ഒരാൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇത് കൂടുതലാണ്. ഈ ഫീച്ചേഴ്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ കൂടുതലാണ്. ശരിയാണ്. അതെ. അപ്പം വേറെ ഈ 2 വണ്ടികളാണ് ഇപ്പോൾ സ്ഥിരമായിട്ട്. ഈ രണ്ടും വലിയ വണ്ടികളാണ്. നമുക്ക് സിറ്റി ഡ്രൈവിനൊന്നും ഒരു ചെറിയ വണ്ടിയൊന്നും നോക്കുന്നില്ല. ഞാൻ ഹോണ്ട സിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും തീരെ ചെറുതെന്ന് പറയാനില്ല അല്ലേ? അപ്പോൾ എന്തായാലും നല്ല ഗംഭീരമായ ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇതിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആർക്കും ഒരു പരാതിയും പറയാനില്ല. ആ രീതിയിൽ ഗംഭീരമായൊരു വാഹനമാണ്. ഇന്നോവയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മൈലേജ് കുറവായിരുന്നു. ഇത്രയൊക്കെ വലിയ വാഹനമാണ്, അതുകൊണ്ടൊക്കെ മൈലേജ് കുറവായിരുന്നെങ്കിൽ ഇത് ആ കാര്യത്തിലും മുൻപന്തിയിലാണ്. പക്ഷേ തീർച്ചയായിട്ടും അവരുടെ എല്ലാ വാഹനങ്ങൾക്കും ഇന്ത്യയിലെ വില കൂടുതലാണ്. എന്നിട്ടും ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് ഒരു പൈസ പോലും മുടക്കേണ്ടി വരുന്നില്ല. ഇങ്ങനെ 6,000 രൂപയ്ക്കൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റ് ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ റീസെയിൽ വാല്യൂ ആണ് എൻ്റെ മെയിൻ ഒരു. അതെ. ഞാനിപ്പോൾ ഇന്നലെ ദുബായിൽ ആയിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ കൊറോളയിലാണ് ഞാൻ അവിടെ അധികം നേരം ഓടിക്കൊണ്ടിരുന്നത്. 7,14,000 കിലോമീറ്ററായി. ടയർ മാറ്റിയിട്ടുണ്ട്, പിന്നെ ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 7,14,000 കിലോമീറ്റർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ടൊയോട്ടയുടെ റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബൈ ആയിരുന്നു ഇത്. ഇതിൻ്റെ ചുറ്റും ബ്രാൻഡിംഗ് ഒന്നും ചെയ്യാത്ത ഷംസിൻ്റെ? അല്ല, ഇത് നമ്മൾ പേഴ്സണൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെയ്യാണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓറഞ്ച് കളർ ബസ്സാണ്. ഇത് നമ്മൾ കമ്പനി കളറിലേക്ക്, അതായത് എന്താണോ ഇവരുടെ ഇപ്പം ലോക്കൽ ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വി ഗാർഡ്, നമ്മുടെ ലോഗോ ഇങ്ങനെ വരും. സോൾ ലൈസൻസി എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വോൾവോയിലെ ബ്രാൻഡിങ്ങിനൊക്കെ ആയിട്ട് ഷംസിനെയാണ് സമീപിക്കേണ്ടത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഹാപ്പി മോട്ടറിങ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനിയൊരു പഴയ പുലി, അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മാരുതിയുടെ എസ്റ്റീം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഒരു വളരെ പ്രീമിയം സെഡാനുകളുടെ തുടക്കക്കാരൻ എന്ന് വിളിക്കാവുന്നൊരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. അതിപ്പോഴും വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. നമസ്കാരം. പേര് അനീഷ് നായർ. എന്ത് ചെയ്യുന്നു അനീഷ്?
എനിക്ക് ഷിപ്പിംഗ് ബിസിനസ്സാണ്. ഞാൻ എക്സ്പ്രസ് ലോജിസ്റ്റിക്സ് എന്ന കമ്പനി ഡയറക്ടറാണ്. ഓ ശരി, കൊച്ചി തന്നെയാ? കൊച്ചിയിലുണ്ട്, കോയമ്പത്തൂരുണ്ട്, ബാംഗ്ലൂർ, തിരുപ്പൂർ എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ കൺസൾട്ടൻറ്റുമാണ്. അപ്പോൾ ഷിപ്പിങ്ങിന് ക്ലിയറിംഗ് ഏജന്റ്? കസ്റ്റംസ് ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ആണ്. പിന്നെ എയർ ഫ്രൈറ്റും ഉണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ശരി ശരി. അപ്പോൾ ഏതൊക്കെ ഒത്തിരി രാജ്യങ്ങളൊക്കെ ചെയ്യുന്നു? ഓൾമോസ്റ്റ് റഷ്യ ഒഴികെ ബാക്കി എല്ലായിടത്തും നമുക്ക് ഏജൻസ് ഉണ്ട്. അത് ത്രൂ നമ്മൾ ചെയ്യുന്നത്. റഷ്യ ഇല്ലാത്ത റഷ്യൻ സെക്ടർ നമ്മൾ ക്യാരി ചെയ്യണം. ടീ ആണ് അവരുടെ മെയിൻ ബിസിനസ്. നമ്മൾ അങ്ങോട്ട് ടച്ച് ചെയ്തിട്ടില്ല. അത് റിസ്ക് ചെയ്യാൻ നമ്മൾ ബാക്കി എല്ലാ ഏരിയാസിലും ഉണ്ട്. ശരി ശരി. കോട്ടയംകാരനാണോ? കോട്ടയംകാരനാണ്. കോട്ടയത്ത് ബേസിക്കലി ജനിച്ചു വളർന്നതെല്ലാം കോട്ടയംകാരൻ. എവിടെ കോട്ടയത്ത്? കഞ്ഞിക്കുഴി. കളത്തിൽ ഫാമിലിയിലെ. ഓ കളത്തിൽ. ശരി. കളത്തിൽ പടി എന്ന് പറയുന്ന അത് നമ്മുടെ അവിടെ അതുകൊണ്ട് നമുക്ക് അതിന് മുന്നായിട്ട് കളത്തിൽ ഗോപാലപിള്ള എന്നാണ് ഗ്രാൻഡ് ഫാദറിന്റെ പേര്. കുട്ടമ്പലത്ത് അവിടെയാണ്. മറ്റേ കളത്തിൽ ക്രിസ്ത്യൻസ് ആണ്. അതെ അതെ. നമ്മുടെ കോട്ടയം ക്ലബിന്റെ താഴെ അവിടെ. അതിന്റെ അടുത്ത്. ഓക്കെ. അപ്പം എന്താണ് STM ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതിന്റെ ഒരു കാര്യം? സാർ, STM ഇങ്ങനെ വെച്ചിരിക്കുന്ന അതിനോടുള്ള ക്രേസ് കൊണ്ട് മാത്രം. ഇപ്പം പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഫസ്റ്റ് ലക്ഷറി കാറായിട്ട് ഇതാണ് വന്നത്. ആദ്യമായിട്ടൊരു സെഡാനിൽ വന്നു. പിന്നെ ഇതിന്റെ പെർഫോമൻസും ഹാൻഡ്ലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെച്ചേക്കുന്നത്. എത്ര കാലം എടുത്തിട്ട്? ഇത് 2005 മോഡലാണ്. വലിയ കുഴപ്പമില്ലാണ്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് സെക്കൻഡ് ഹാൻഡ് എടുത്താണോ? അല്ല, ഇത് ഞാൻ അന്ന് എടുത്ത ചില ഫസ്റ്റ് ഓണറിൽ നിന്ന് മേടിച്ചു. എന്റെ മോന്റെ പേരില്ല. മോനെ അത് ഉപയോഗിക്കുന്നത് കൂടുതൽ. അപ്പൊ ഏത് വർഷം നിങ്ങൾ വാങ്ങിച്ചത്? ഞാനിപ്പോ വാങ്ങിച്ചിട്ട് 6-7 വർഷമായിട്ട്. ശരി. അപ്പൊ 2005 വണ്ടി നമ്മൾ ആഗ്രഹം കൊണ്ട് അതെ. വേറെ ഏതാ വണ്ടി ഉപയോഗിക്കുന്നത്? വേറെ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികൾ ഫോർച്യൂണർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ഇഷ്ടം ഈ വണ്ടിയാണ്. എന്താണ് ഇതിനോട് അത്ര ഇഷ്ടപ്പെടാൻ കാര്യം? ഇതിന്റെ ഒന്നാമത്തെ ഇതിന്റെ ട്രാവലിംഗ് കംഫർട്ട് ഭയങ്കര കംഫർട്ട് ഉണ്ട്. പിന്നെ ഹാൻഡ്ലിങ്, പ്രത്യേകിച്ച് ഹൈവേസിലൊക്കെ ഉള്ള യാത്ര ഭയങ്കര സുഖം. ബോഡി റോൾ ഇല്ല. അതുപോലെ അത്യാവശ്യം പെർഫോമൻസും പിക്കപ്പും എല്ലാം ഉണ്ട്. ബ്രേക്കിംഗ് എല്ലാം നല്ല സുഖമാണ്. പക്ഷെ എങ്കിലും ഫോർച്യൂണർ പോലെ അത്ര ഹൈറ്റ് ഉള്ള ഒരു വാഹനത്തിൽ നിന്ന് ഇതിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നേരെ കുഴിയിലേക്ക് ഇരിക്കുന്നു. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ഉള്ളൂ. അപ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് റോഡിൽ സ്റ്റെബിലിറ്റി വേറെ ഹൈ സ്പീഡ് ഡ്രൈവിംഗിൽ സ്പീഡ് ഇച്ചിരി ക്രൈസുള്ള ആളാണ്. അപ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും, നല്ല കൺട്രോളുമാണ്. ബ്രേക്കിങ്ങിലും അതുപോലെ എയറോഡൈനാമിക്സ് എന്നല്ല, ഫോർച്യൂണറിനെ പോലെ കുറച്ചുകൂടെ എയറോഡൈനാമിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് നല്ല സ്റ്റേബിളാണ്. ശരിക്കും 19 വർഷം മുമ്പ് വന്നൊരു വണ്ടിയാണ്. എന്നിട്ട് പോലും അതൊക്കെ ഇപ്പോഴും ആകെ ബുദ്ധിമുട്ട് നേരിടുന്ന പാർട്സിന്റെ അവൈലബിലിറ്റി ഇല്ല. അത് ഞാൻ പക്ഷേ ഓൺലൈനിലെല്ലാം കിട്ടും, ഡൽഹിയിൽ നിന്നെല്ലാം കിട്ടും. നമ്മളൊന്ന് ഓർഡർ ചെയ്താൽ വിതിൻ 2 വീക്സ് സാധനം എല്ലാം വരും. അല്ല, മാരുതിയുടെ ഡീലർഷിപ്പ് സർവീസ് സെന്റർ പോലും ഇല്ല? ഒന്നുമില്ല, ഒരു സാധനം ഇല്ല ഇതിന്റെ. ഒന്നുമില്ല. ഓടുന്നുണ്ട്, ധാരാളം ഉണ്ട്. പക്ഷെ അവരെല്ലാം ചെയ്യുന്ന പോലത്തെ ഓൺലൈൻ സൈറ്റ്സിൽ നിന്നും മറ്റൊക്കെ മേടിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഒറിജിനൽ അല്ല, മറ്റേ സെക്കൻഡ് സൈൻസ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അത് എന്താ പറയാ, MGBയുടെ യൂണിറ്റ് അല്ല, അല്ലാത്ത കിട്ടുന്നതല്ല. പഞ്ചാബിലൊക്കെ പഞ്ചാബിലുണ്ടാക്കുന്ന സാധനമല്ല കിട്ടുന്നത്. എന്താണ് ഇതിന്റെ ഒരു ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാവുന്ന കാര്യം എന്താണ്? ഡ്രോബാക്ക് എനിക്ക് പറയാനുള്ളതിന്റെ ഫ്രണ്ട് ഡോറുകളുടെ പവർ വിൻഡോ ഒരു കൊല്ലത്തിൽ കൂടുതൽ നിൽക്കത്തില്ല. അതെപ്പോഴും പോകും. അത് ഞാൻ ഇത് റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്ന ഇലക്ട്രിക്കൽ ഷോപ്പുകളിലും പറയും STMന്റെ ആകെയുള്ള കംപ്ലൈന്റ് പവർ വിൻഡോസ് രണ്ടും സ്ഥിരം കംപ്ലൈന്റ്, വേറെ യാതൊരു കംപ്ലൈന്റും ഇല്ല. അതിന്റെ മോട്ടോർ കംപ്ലൈന്റ് ആകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ഇത് വൈൻഡപ്പും താഴേക്ക് സ്പീഡാണ്, മേളിലോട്ട് പോകാനായിട്ട് വളരെ സ്ലോ ആണ് ഇതിന്റെ. അപ്പൊ അത് മാത്രമുള്ള കംപ്ലൈന്റ്, വേറെ ഒന്നും കംപ്ലൈന്റ്സ് ഒന്നും പറയാനില്ല. അത് മാറ്റാൻ എന്താകാറുണ്ട് സാർ? അവരെന്നോട് ആഫ്റ്റർ മാർക്കറ്റ് ഓൾറെഡി അത് കയറ്റാവുന്ന, അത് വേണ്ട ഒറിജിനൽ തന്നെ വെച്ച് തന്നാൽ എന്ന് പറഞ്ഞു. പക്ഷെ ആഫ്റ്റർ മാർക്കറ്റ് ഞാൻ കയറ്റി നോക്കിയിട്ടില്ല. വേറെ 1-2 വണ്ടികളോട് ചോദിച്ചു. അപ്പൊ അവരത് കയറ്റി, അവർക്ക് അത് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് ശ്രമിച്ചില്ല. ഒറിജിനൽ 2300 രൂപ, കോസ്റ്റ്ലി ഒന്നുമല്ല. പക്ഷെ നമ്മൾ ഇടുമ്പോൾ ഒറിജിനൽ തന്നെ കിടന്നാൽ, മറ്റേ ആഫ്റ്റർ മാർക്കറ്റ് മേടിച്ചാൽ പെട്ടെന്ന് റസ്റ്റ് എടുത്ത് പോകുന്ന ഒരാളോട് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പിന്നെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകാൻ നല്ല സുഖമാണ്. അതുകൊണ്ട് ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട്. എന്ത് മൈലേജ് കിട്ടും? ഇപ്പോൾ ഒരു ഹൈവേസിലൊക്കെ 16 മാക്സിമം കിട്ടും. സിറ്റിക്കകത്ത് ഒരു 12 ഒക്കെ നോക്കിയാൽ മതി. അത് MPFI എഞ്ചിനാണ്. കാർബറേറ്റർ എഞ്ചിനാകുമ്പോൾ മൈലേജ് കുറവാണ്. 2005 ലാസ്റ്റ് ഇയർ പ്രൊഡക്ഷൻ നിർത്തുന്ന സമയത്ത് ഉള്ള വണ്ടികളാണ് MPFI. എന്തായാലും ഒരു കാലത്തെ പുലിയായിരുന്നത് മാത്രമല്ല, ഞാൻ പറയാറുണ്ട്, എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ആലോചിച്ചപ്പോഴത്തേക്ക് ഇവിടെ തന്നെയാണ് ലിങ്ക് ഹൈറ്റ്സ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടെ കല്യാണം ആലോചിച്ച് വന്നപ്പോഴത്തേക്കും അവരുടെ വണ്ടി STM വന്ന് കണ്ടപ്പോഴേ ഞാൻ പറയാം എന്തായാലും കല്യാണം നടന്നേക്കാൻ പറഞ്ഞു. കാരണം അന്നൊക്കെ STM എന്ന് പറയുന്നത് വളരെ നമ്മൾ റാലിങ്ങിൽ ജിപ്സി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ടാർമാക്കിലോട്ട് പറയല്ലോ, ഓഫ് റോഡ് മാറി റാലി വന്നിട്ട് നമ്മൾ ടാർമാക്ക് ആയപ്പോൾ കംപ്ലീറ്റ് ഹോണ്ട സിറ്റി STM ആയിരുന്നു. പക്ഷേ എങ്കിപ്പോൾ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ഇതാണ്, ഈ 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഇവരിത് ഈ റാലി ഓടിച്ചത്? അന്ന് ഓഫ് റോഡ് റാലി, ഓഫ് റോഡ് ട്രാക്ക് ഉള്ള സമയത്ത് ജിപ്സി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാർമാക്കിലേക്ക് മാറിയായിരുന്നല്ലോ. ആ സമയത്ത് ഇത് മതിയായിരുന്നു, ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് മതി. പിന്നെ പവർ ടു വെയിറ്റ് റേഷ്യോ നല്ലതിന്റെ. അപ്പൊ മറ്റേ ജിപ്സിയെക്കാട്ടിലും റാലിക്ക് ജിപ്സിക്കുള്ള ബോഡി റോൾ കൂടുതലാണ്. ഞാൻ കുറച്ചൊക്കെ ഓടിച്ചിട്ടില്ല.
അപ്പോൾ ജിപ്സി ഉപയോഗിച്ചിട്ടുണ്ട്. ജിപ്സി പോപ്പുലർ കോട്ടൺ സിറ്റി അതിനൊക്കെ ഓടിച്ചിട്ടുള്ളതാണ് പലതവണ. അവസാനം ഒരു പിന്നെ നമ്മുടെ ഈസ്റ്റേൺ റാലിയോട് കൂടി നിർത്തി. ഈസ്റ്റേൺ റാലി നമ്മുടെ അടിമാലിൽ നടക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അന്ന് നിർത്തി. നാട്ടുകാരൊക്കെ വലിയ വലിയ പ്രശ്നമായിരുന്നു. അന്ന് എൻ്റെ വണ്ടി ഇടിച്ചു. ആണല്ലേ? ആ സമയത്തൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പോൺസേഴ്സിനെ കിട്ടാൻ പാടായി. പെട്രോൾ പ്രൈസ് ഹൈക്കായി. നമ്മൾ ഓടിക്കുന്ന കാലത്ത് പെട്രോളിന് 8 രൂപയായിരുന്നു, ഇന്നിപ്പോൾ 100 രൂപ. ആ ഡിഫറൻസ് ഉണ്ട്. എഞ്ചിൻ വൈസ് എന്തെങ്കിലും പ്രശ്നം? എഞ്ചിൻ വൈസ് ഒന്നുമില്ല. ഞാൻ കോയമ്പത്തൂർ കൊണ്ട് ട്യൂൺ ചെയ്യിച്ചു. എഞ്ചിൻ ഇവിടെ തൊടിക്കാറില്ല, അവിടെ ട്യൂണിങ്, എഞ്ചിൻ ട്യൂണിങ് അവിടെ. ബാക്കി മെക്കാനിക്കൽ മാത്രം ഇവിടെ ചെയ്യും. കോയമ്പത്തൂരാകുമ്പോൾ നമുക്ക് നല്ല മെക്കാനിക്സ് ഉണ്ട്. അവിടെ ഒരു റാലി വണ്ടി ട്യൂൺ ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റേ കരിവാത്തൻ, കരീസ് ക്ലബ്ബ്, അങ്ങനത്തെ കുറേ ഇതുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അവിടെ കൊണ്ട് ട്യൂൺ ചെയ്തു, പിന്നെ തൊട്ടിട്ടില്ല. അപ്പോൾ ഒരു കൃത്യമായൊരു പെട്രോൾ ഹെഡിനെ കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഇന്ന്. തന്നെയല്ല ഇത് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ അത്രയധികം വണ്ടിയോട് പാഷൻ. ഞാനിത് സാർ ഇവിടെ കൊണ്ടിട്ടുള്ള ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് വിൽക്കുമെന്ന് ചോദിക്കും. ഞാൻ റോക്സ് ബുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഇവിടെ പോയി, വയലാറ്റിൽ പോയി. അപ്പോൾ അതിൻ്റെ ഷോറൂം എക്സിക്യൂട്ടീവ് എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് മേടിക്കുന്നത്, ഞാൻ ഈ കാർ എടുത്തോളാം. ഞാൻ പറഞ്ഞു വേറെ വണ്ടികളെല്ലാം കൊടുത്താൽ ഈ സാധനം കൊടുക്കരുത്. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചത്? ഇത് അന്ന് വാങ്ങിക്കുമ്പോൾ ഒരു 1.25 കൊടുത്തു. മോഹവിലയായിരുന്നു ഇത് എടുക്കാന്നുള്ളത്, ഞാൻ ചോദിച്ചത് കൊടുക്കാതെ. ഇപ്പം എനിക്ക് തോന്നുന്നു 1 രൂപയ്ക്കൊക്കെ വിൽക്കാം. ഇത് ഇന്നലെ OLX ഇട്ടപ്പോൾ 3.5 വരെ പറഞ്ഞു. OLX ഇട്ടു, ഇതിന്റെ വിൽക്കാനല്ല, ചുമ്മാ ഇതിന്റെ ഒന്ന് അറിയാണ്ട് 3.5 വരെ പറഞ്ഞു. എത്ര ഓടിക്കാണ് ഇപ്പം? ഇതിപ്പോ 1.5 ലക്ഷം കിലോമീറ്റർ മേളിൽ ഓടി. ഇനി ഓടിക്കോളും, മാരുതിയുടെ സുഖമായിട്ട് ഓടിക്കോളും. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു ഗംഭീര വാഹനമായിരുന്നു. അതിനിപ്പോഴും അതേപോലെ ഗംഭീരമായിട്ട് നിലനിർത്തുന്നുണ്ട്. തന്നെയുള്ള മൈലേജൊക്കെ കേട്ടപ്പോൾ ഒട്ടും മോശമല്ല കേട്ടോ, ഇപ്പോഴാണ് ഓടിച്ചു നടക്കുന്നത്. പിന്നെ 2000 എന്താ പറയുക, ഇത്രയും വർഷത്തെ പഴക്കമുള്ളൊരു വാഹനമായതുകൊണ്ട് മറ്റ് പല കാര്യങ്ങളിലും പിന്നിലായി പോയി. ഇപ്പോൾ ഒന്നേ ഉള്ളൂ, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഉള്ള കാര്യങ്ങൾ പിന്നിലായി പോയെന്നേ ഉള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നല്ല വണ്ടികളോട് കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, അതായത് NFOയിൽ നിക്ഷേപിക്കുന്ന കാര്യമാണത്. ഡൈനാമിക് അഡ്വാൻറ്റേജ് ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നത് വർഷം 2 ലക്ഷം രൂപയാണെങ്കിൽ പോലും തിരിച്ചു കിട്ടുന്ന പണത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. പക്ഷേ മാർച്ച് 16 വരെയുള്ള ഒരു നിക്ഷേപ പദ്ധതിയുടെ ഡേറ്റ് എന്ന് പറയുന്നത് അവസാന ദിവസം. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ നിങ്ങളതിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുക. NAV 10 രൂപയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വളരെ സുരക്ഷിതമായ ഒരു സമ്പാദ്യ പദ്ധതിയാണ്. 100% സുരക്ഷിതമായിരിക്കും നിങ്ങളുടെ പണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പരിശോധിച്ച് നോക്കാം. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ റാപ്പിഡ് ഫെയർ കൊണ്ട് കാണാം. ബൈ.